eat, travel. Sorry, trek, tech, travel, eat. Like, okay, സുജിത്തേട്ട personally tech, eat, travel. ഓട്ടോമൊബൈൽ ഉണ്ട്, എല്ലാം ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എവിടെയും ജീവിക്കും, നമ്മൾ എവിടെയും സെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, മാത്രമായിട്ട് ഇങ്ങനെ പരിമിതപ്പെട്ട് നിൽക്കാൻ പാടില്ലല്ലോ. എല്ലാം ഈ ലൈഫിൽ ഇത്രയും നമ്മുടെ ഈ ഒരു വേൾഡിൽ ഇത്രയും കാര്യങ്ങളുള്ളത് തീർച്ചയായിട്ടും ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ പേഴ്സണലി ഒരു കാര്യം ചോദിക്കട്ടെ, സുജിത്തേട്ടന് ഈ ടെക്, ഈറ്റ്, ട്രാവലിൽ കൂടുതൽ ഇഷ്ടം എന്താണ്? എനിക്ക് ട്രാവൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ട്രാവലാണ് ഏറ്റവും ഇഷ്ടം. ട്രാവലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും. പിന്നെ ഓഫ് കോഴ്സ് ഫുഡും എൻജോയ് ചെയ്യുന്നു. പിന്നെ നമുക്ക് എല്ലാം ഇഷ്ടമാണ്. ട്രാവലാണ് കുറച്ചുകൂടി ഇഷ്ടം. ട്രാവലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിവേ ബിലേറ്റഡ് ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. കുറച്ച് അറിഞ്ഞിരുന്നു, പക്ഷേ നേരിട്ട് 2 കൊല്ലമായി. 2 കൊല്ലമായി. കുറച്ച് കഴിഞ്ഞ് വിഷ് ചെയ്യുന്ന ആദ്യത്തെ ആളായിരിക്കും. ഓക്കെ, വൈഫിന് സുഖമാണോ? കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ പ്രഗ്നന്റ് ആണ്, വീട്ടിലാണ്. ഓക്കെ, എത്ര മാസമായി? 6 മാസമാവും. അന്വേഷണങ്ങളൊക്കെ പറയുക. ഓക്കെ, അപ്പം എങ്ങനെയാണ് സുജിത്തേട്ടൻ ഇങ്ങനെ ഒരു വീഡിയോ അല്ലെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാം എന്നുള്ളൊരു ഐഡിയ എപ്പോഴാണ് സുജിത്തേട്ടന് വരിക വന്നേക്കുന്നത്? ഞാനൊരു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു 3 years ആയി ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും അംബീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ ഒരു വ്യത്യസ്തത തേടി പോയിട്ടാണ് യൂട്യൂബിലേക്ക് എത്തിപ്പെടുന്നത്. ആ വ്യത്യസ്തതയിൽ നിന്നാണ് ഇന്ന് ഇങ്ങനെ ഒരു അവാർഡ് നേടിയിരിക്കുന്നത് അല്ലേ? സന്തോഷം. ഓക്കെ, അപ്പം ബാച്ചിലർ ലൈഫിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു ഫാമിലി ലൈഫ് എങ്ങനെയുണ്ട്? കമ്മിറ്റ്മെന്റ്സ് കൂടുതലാണ്. ഫാമിലി ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് നമ്മളറിയാതെ നമ്മൾ തന്നെ വെക്കും. പറയുന്ന അങ്ങനെ വലിയല്ല, പക്ഷെ നമ്മുടെ കുടുംബത്തെ നോക്കണമല്ലോ. ഇപ്പം എനിക്ക് യാത്രകൾ അധികം നടത്താൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളും എനിക്ക് ഇപ്പം വൈഫ് പ്രഗ്നൻ്റ് ആണ്. പിന്നെ എനിക്ക് റിസ്ക് എടുത്ത് അധികം പോയിട്ട് വരാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ടാവും. അത് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും കുടുംബമായിട്ട് ജീവിക്കുമ്പോഴും അതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വൈഫിന് ഏതാ കൂടുതൽ ഇഷ്ടം? ടെക് ആണോ? സുജിത്തേട്ടൻ ടെക് ട്രാവൽ ഫുഡും ആണ് താല്പര്യം. ട്രാവലറും ഫുഡും ആണോ? ഓക്കെ. അപ്പോഴിപ്പം സ്ഥലം പത്തനംതിട്ടയാണ്. ഓ, പത്തനംതിട്ടയില് കോഴഞ്ചേരി. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് സുജിത്തേട്ടൻ? അച്ഛൻ, അമ്മ, അനിയൻ, വൈഫ്. ഓക്കെ. ഇനി ഒരു ലൈഫ് ഗോൾ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ഒരു ഡ്രീം എന്താണ് സുജിത്തേട്ടന്റെ? മുന്നോട്ടുള്ള ഡ്രീം എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഇപ്പോൾ ഇത്രയൊക്കെ ആയി, ഇനിയിപ്പോൾ എന്താ പറയുക, ഇതിലും മികച്ച രീതിയിൽ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അത് കുറേ പ്ലാനുകളുണ്ട്. ആ പ്ലാനുകളെല്ലാം കൂടെ എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജാക്ക് ചെയ്യപ്പെടും. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഈ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പണി കിട്ടിയിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്ത ഒരു പണി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മറക്കാൻ പറ്റാത്ത പണികളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി ഇവിടെ നിന്ന് ഒരു യാത്ര പോയിരുന്നു മൊറോക്കോയിലേക്ക്. 15 ദിവസത്തെ യാത്രയാണ് പോയത്. അവിടെ ലോക്ക്ഡൌണിൽ പെട്ടിട്ട് 100-ാം ദിവസം തിരിച്ചു വരുന്നത്. അത് വലിയൊരു പണിയായിരുന്നു. പക്ഷെ അത് ജീവിതത്തിൽ കുറെ അനുഭവങ്ങളും കിട്ടി. ഒരു 8-ന്റെ പണിയായി പുറത്തിറങ്ങാനും പറ്റില്ല. പക്ഷെ അവിടെ വെച്ച് ഞാൻ വീഡിയോ ചെയ്തു, ജീവിക്കാനുള്ള ഉണ്ടാക്കി. ഇവിടെ ആയിരുന്നു അതും കൂടെ ബുദ്ധിമുട്ടിയാനെ. അതെ, സോഷ്യൽ മീഡിയയിൽ ഇത്രയ്ക്കും ആക്റ്റീവ് ആയിട്ടുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്ക്ഡൌൺ സത്യത്തിൽ വേണ്ടിയൊന്നും എനിക്ക് തോന്നുന്നു. സത്യമായിട്ടും ലോക്ക്ഡൌൺ ഇപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായി, എനിക്കും ഉപകാരപ്രദമായി. ആ ഒരു ടൈമിൽ നമ്മൾ കുറെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തെങ്കിലും നമ്മുടെ ഒരു ടാലന്റ്, ഒരു റിയൽ ടാലന്റ് കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സമയം കിട്ടിയെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്, കുറെ ആൾക്കാർ ഇപ്പം ചവർ കണക്കിന് യൂട്യൂബ് തുടങ്ങുകയാണെന്നുള്ളത്. ചപ്പ് ചവറെന്ന് പറഞ്ഞ യൂട്യൂബിനെ ആക്ഷേപിക്കരുത്. അങ്ങനെയല്ല, ആ ഒരു ടൈപ്പായിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ടെന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിൽ അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. അവിടെ ആർക്കും വരാം, ആർക്കും അവരുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം. അത് ആര് കാണണം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും, കാരണം ക്രിയേറ്റീവ് ഒത്തിരി മേഖലകളുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും യൂട്യൂബ് സെലക്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അത്രയ്ക്കും ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ളവർക്ക് മാത്രമേ സത്യത്തിൽ അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ എത്തി ഒരു 1-2 വീഡിയോ ആഗ്രഹപ്രകാരം ചെയ്തിട്ട് ലീവ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ഡിറ്റർമിനേഷൻ വേണം. അപ്പം ഇക്കനെ കൂടുതലും ഈ വീഡിയോസൊക്കെ സുജിത്തേട്ടനെ കൂടുതൽ ഈ വീഡിയോസൊക്കെ ചെയ്യാൻ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് എന്താണ്? ചെയ്യണം, മുമ്പോട്ടേക്ക് ചെയ്യണം, ജീവിക്കാനുള്ള ഇൻസ്പിറേഷനാണ്. ഒരു ജീവിത മാർഗമാണ്. ഇത് എന്റെ കരിയറാണ്, എന്റെ ജോലിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? താങ്കൾ ഇപ്പൊ ഇവിടെ എന്നോട് സംസാരിക്കുന്ന പോലും താങ്കളുടെ ജോലിയാണ്. അപ്പൊ അതേപോലെ തന്നെ വീഡിയോസ് ചെയ്യാന്ന് പറയുന്നത് എന്റെ ജോലിയാണ് ഇപ്പോഴത്തെ. അപ്പൊ അതുകൊണ്ട് ഞാനത് ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ യൂട്യൂബ് ബിഗിനേഴ്സ് ഉണ്ടല്ലോ, അവരോട് സുജിത്തേട്ടൻ എന്താണ് പറയാനായിട്ട് ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എപ്പോഴും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾ 24 ന്യൂസ്. അപ്പം ഇക്കാന്നാണ് എൻ്റെ വായിൽ വരുന്നത്. സുജിത്തേട്ട മിനിമം എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഞാൻ വീഡിയോസ് ട്രാവൽ, എനിക്ക് കൂടുതലും സുജിത്തേട്ടൻ്റെ വീഡിയോസ് ഇഷ്ടം
ട്രാവൽ ബേസിലുള്ള വീഡിയോസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മുടെ FM-ൽ വന്നിട്ടൊരു ഒരു മൊമെൻ്റ് ഉണ്ട്, ഒരു പ്രാങ്ക് സംസാരിച്ചൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, അത് കണ്ടിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ റോത്താം പാസിലൂടെയുള്ള വീഡിയോസ് ഞാൻ കുറേ കണ്ടിരുന്നു, എനിക്ക് എല്ലാം പറയാനുള്ള സമയമില്ല, എങ്കിലും ഞാൻ നേരിട്ട് കാണണമെന്ന് കുറേ ആഗ്രഹിക്കുന്നു. ഓക്കെ, എനിവേ ഓൾ ദ ബെസ്റ്റ്, മുമ്പോട്ടുള്ള ജേർണിക്ക് ഓൾ ദ ബെസ്റ്റ്. എന്നോട് ഫാമിലിയിലൂടെ അന്വേഷണങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.